വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഇന്നൊരു ഈവനിങ് സ്റ്റഡി വ്ളോഗാണ് കേട്ടോ. ഇന്ന് ഈവനിങ് ഒരു 6:30 ആയപ്പോൾ നമ്മൾ പഠിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആക്ച്വലി മുന്നേ തന്നെ കുറേ ടൈം പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ടൈമൊക്കെ ആയപ്പോഴാണ് പെട്ടെന്നൊരു വ്ളോഗ് എടുത്താലോ എന്ന് തോന്നിയത്. 6:30 പഠിക്കാതിരുന്ന ഞാൻ ഒരു 7:15 ആയപ്പോഴാണ് ശരിക്കും പഠിക്കാൻ തുടങ്ങിയത്. അതിനിടയ്ക്കുള്ള സമയം ഒരു സ്റ്റാർട്ടിങ് ട്രബിളായിട്ട് അങ്ങനെ പോയി. ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കോസ്റ്റിംഗ് ആണ് കേട്ടോ. കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള സബ്ജക്റ്റൊക്കെ വെച്ച് നോക്കുമ്പോൾ കോസ്റ്റിംഗ് എനിക്ക് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ഒരു സബ്ജക്റ്റാണ് കേട്ടോ. എനിക്കിത് പഠിച്ച് തീർക്കാൻ അങ്ങനെ ഒരുപാട് സമയമൊന്നും എടുക്കാറില്ല. മാത്രമല്ല പെട്ടെന്ന് തന്നെ ഒരുപാട് പോർഷൻസും എനിക്ക് കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളൊരു CMA സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് സബ്ജക്റ്റ് ഏതാണെന്നൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ കുറച്ച് സമയമൊക്കെ പഠിച്ചതിന് ശേഷം ബ്രേക്ക് എടുക്കാനുള്ള സമയമായി. അപ്പോൾ ഞാനും ഫാമിലിയിലുള്ള എല്ലാവരും കൂടിയിട്ട് മാംഗോ കഴിച്ചു. മാംഗോസ് ഫോർ ലൈഫ്. അതിനുശേഷം നമ്മൾ പിന്നെയും നമ്മുടെ സ്റ്റഡി സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഒരു 10 മണി വരെയൊക്കെ പഠിച്ചതിന് ശേഷം ഞാൻ ബ്രേക്ക് എടുക്കാമെന്ന് വെച്ചു. കുറേ സമയമൊക്കെ പഠിച്ചു കേട്ടോ. 9:30 9:45 വരെ പഠിച്ചിട്ട് 10 മണിയൊക്കെ ആയപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാൻ പോയി. ചോറും മീൻകറിയും ഉപ്പേരിയും അച്ചാറും പപ്പടും എല്ലാം ഉണ്ടായിരുന്നു. എന്തെങ്കിലും സീരിയസ് ആയിട്ട് പഠിക്കുമ്പോൾ നല്ല ഹെവി ആയിട്ട് വിശക്കുന്ന ഒരാളാണ് നിങ്ങൾ എങ്കിൽ നിങ്ങളും ഞാനൊക്കെ ഒരു ടീമാണ് കേട്ടോ. ഫുഡിങ് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും പഠിക്കാൻ തുടങ്ങി കേട്ടോ. ഒരു 10:30 ആയപ്പോൾ പഠിക്കാൻ തുടങ്ങി. സ്റ്റിൽ കോസ്റ്റിംഗ് തന്നെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്ളോഗ് ഞാനൊരു എക്സാം സീസണിൽ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. പിന്നീട് അങ്ങോട്ട് എക്സാംസൊക്കെ വന്നതുകൊണ്ട് എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും ഒന്നും സമയം കിട്ടാനിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ഇത്രയും ലേറ്റ് ആയത്. എക്സാംസിൻ്റെ ഒരു തിരക്കിലായതുകൊണ്ടാണ് കേട്ടോ ഈ വീഡിയോയിലൊക്കെ നമ്മൾ ഒരു തേരി ടൈം മാത്രമേ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. കുറച്ച് സമയം മാത്രമേ നമ്മൾ ബ്രേക്ക് എടുക്കുന്നുള്ളൂ. ബാക്കിയുള്ള സമയമൊന്നും കുറച്ച് ടൈം പോലും വേസ്റ്റ് ചെയ്യാണ്ട് ഫുൾ പ്രൊഡക്റ്റീവായിട്ട് തന്നെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നോർമലി ഇത്രയ്ക്കൊന്നും ഇങ്ങനെ ഒരുപാട് സ്ട്രെസ്ഡായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഓരോരുത്തരുടെ കപ്പാസിറ്റി പോലെ ഇരിക്കും പഠിക്കാനുള്ളത്. എന്നാലും ഇപ്പോൾ എക്സാം ടൈമൊന്നുമല്ല. ഒരുപാട് സമയമൊക്കെ ഇരുന്ന് പഠിച്ചിട്ട് നമുക്ക് സ്ട്രെസ്ഡ് ആവുകയാണെങ്കിൽ ഞാൻ പറയാം ഇറ്റ്സ് ഓക്കെ ടു ടേക്ക് എ ബ്രേക്ക്. ഇതുപോലത്തെ ഷോർട്ട് ബ്രേക്സ് അല്ല. കുറേ സമയം പഠിച്ചിട്ട് മെൻ്റലി ഒരു സുഖമില്ലാത്ത പോലെയൊക്കെ ആവുകയാണെങ്കിൽ കുറച്ച് ലോങ് ആയിട്ടുള്ള ബ്രേക്ക് എടുക്കുന്നത് കുഴപ്പമില്ല. സംടൈംസ് നമ്മൾ ഇതുപോലെ ഒരു ബ്രേക്ക് എടുക്കുമ്പോഴേക്കാരും പിന്നീട് അങ്ങോട്ട് പഠിക്കാൻ നമുക്ക് നല്ല എനർജറ്റിക് ആവുക. പക്ഷേ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇങ്ങനെ ബ്രേക്ക് എടുത്തിട്ട് അങ്ങനെ ഒരു പാട്ടിന് പോകാൻ നോക്കരുത്. ഒരു സമയമായി കഴിഞ്ഞാൽ തിരിച്ച് വരാനുള്ള ഒരു മെച്യൂരിറ്റി കാണിക്കണം. അങ്ങനെ കുറേ സമയമൊക്കെ പഠിച്ചിട്ട് ഞാൻ പിന്നെയും മാംഗോ കഴിച്ചു. ബിക്കോസ് ഇറ്റ്സ് ടൈം ടു ടേക്ക് എ ബ്രേക്ക് ആൻഡ് ബ്രേക്ക് ഇസ് ഈക്വൽ ടു ഫുഡിങ്. അങ്ങനെയാണല്ലോ. അങ്ങനെ മാംഗോ ഈറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. ഒരു 1 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ഇന്നത്തേക്കുള്ള പഠിത്തമൊക്കെ അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. ഇനി ബാക്കി നാളെ പഠിക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വ്ളോഗ്. ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ടാറ്റ ബൈ ബൈ, സീ യു.